നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് മൊത്തത്തിൽ ചാർജ് ആവുകയും ഏതാണ്ട് ഒരു പ്ലോട്ട് ട്രെയിലറിൽ നിന്ന് തന്നെ വ്യക്തമായതുകൊണ്ട് അതിൽ എന്തൊക്കെയാവും നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് ഒരു കിടിലൻ ഔട്ട്പുട്ട് ഉണ്ടാക്കി ഈ പടം ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പിച്ചു എന്ന് മനസ്സിൽ കരുതുകയും എന്നാൽ സിനിമ കണ്ടപ്പോൾ എന്തുവാടേ ഇത് എന്നും തോന്നിപ്പോയിട്ടുണ്ടോ? എനിക്കങ്ങനെ സംഭവിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ കാര്യത്തിലാണ്. ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ ഒരു മാൾ ഭീകരർ ഹൈജാക്ക് ചെയ്യുന്നു. എന്നാൽ യാദൃശ്ചികമായി കോമ്പാറ്റ് ഓപ്പറേഷനിലൊക്കെ അഗ്രഗണ്യനായ ഒരു കമാൻഡോ അതിനകത്ത് പെടുന്നു. ടോട്ടലി അൺആംഡ് ആൻഡ് അൺപ്രിപ്പയർഡ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളിയുടെ സ്കില്ലും മൈൻഡ് ഗെയിമും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഒന്നൊന്നര റെസ്ക്യൂ ഓപ്പറേഷൻ, ഒരു ഒറ്റയാൾ പോരാട്ടം, മൊത്തം ബ്ലഡ് ഷെഡും കാര്യങ്ങളൊക്കെയായി അവസാനത്തെ തീവ്രവാദിയും വധിച്ചുകൊണ്ട് സീറോ ഹോസ്റ്റേജ് കാഷ്വാലിറ്റിയിൽ ഒരു സക്സസ്ഫുൾ മിഷൻ. ഇതൊക്കെയായിരുന്നു എന്റെ മനസ്സിൽ. പക്ഷെ ഇങ്ങനെയുള്ള കഥകൾ മെനഞ്ഞെടുക്കുന്നതിനിടയിൽ ഞാനൊരു കാര്യം വിട്ടുപോയി, ഇതിന്റെ ക്രിയേറ്റർ ആരാണെന്ന്. ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു തമിഴിലെ രണ്ട് യങ് ഗൺസ് ആയ ലോകേഷിന്റെയും നെൽസന്റെയും ഫിലിം കരിയർ സഞ്ചരിച്ചിരുന്നത്. ആദ്യം ഒരു ലോ ബഡ്ജറ്റ് പടം, ഒരു ഭാഗത്ത് കോലമാവ് കോകില, മറ്റൊരു ഭാഗത്ത് മാനഗരം. ശേഷം ഒരു മീഡിയം റേഞ്ച് പടം, ഒരു ഭാഗത്ത് ഡോക്ടർ, മറ്റൊരു ഭാഗത്ത് കൈദി. ഈ രണ്ട് പടങ്ങളും വൻ സക്സസ്ഫുൾ ആയതിനു ശേഷം ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് കൊമേഴ്സ്യൽ ആക്ടറുടെ ഡേറ്റ് കിട്ടുന്നു. എന്നാൽ ലോകേഷ് കനകരാജിന്റെ കയ്യിൽ പല ഐറ്റംസ് ഉണ്ട്. ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ആക്കാൻ കഴിയുന്ന ഐറ്റംസ്, മാസ് എലവേഷൻസ്, നല്ല ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ്, അങ്ങനെ പലതും. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് നെൽസന്റെ കൈകളുണ്ടായിരുന്നത് ഒരേ ഒരു ഐറ്റം ആയിരുന്നു. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞ പോലെ ആഫ്രിക്കയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ബ്ലാക്ക് ഹ്യൂമർ. അപ്പൊ ഈ ബ്ലാക്ക് ഹ്യൂമറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് കഥാപാത്രങ്ങൾ പതുക്കെ രണ്ട് ഡയലോഗ് പറയും, അതിനുശേഷം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഈ ഒരു ഗ്യാപ്പിൽ പ്രേക്ഷകരായ നമ്മൾ വേണം അതിലെ ചിരി കണ്ടെത്താൻ. ഒപ്പം കോമഡി ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് കുറച്ചധികം ഇമ്പോർട്ടൻസും ഇങ്ങനെയുള്ള സിനിമകളിൽ ഉണ്ടാവും. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനൊരു സംഭവം എടുത്തിടേണ്ട ഒരു സ്ഥലമായിരുന്നില്ല വിജയിയെ പോലെ ഒരാൾ നായകനാവുന്ന ഒരു സിനിമ. പക്ഷെ നെൽസൺ തന്റെ ട്രാക്ക് മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഈ പടം ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടിട്ടില്ല, കാരണം അതിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ക്യാമിയോസും അനിരുദ്ധിന്റെ അപാര മ്യൂസിക്കും ഒക്കെ വെച്ചുകൊണ്ട് ഇതേയാള് ജയിലർ എന്ന തന്റെ അടുത്ത പടം ബ്ലോക്ക് ബസ്റ്റർ ആക്കി. എന്നാൽ എന്നെ സംബന്ധിച്ച് അതൊന്നും ഈ കാണിച്ചു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു മോചനമായിരുന്നില്ല.